ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 17, 18 and 19 3 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. അതിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നയിക്കാൻ പോകുന്നത്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 11-ാം അധ്യായം എബ്രായ ലേഖന കർത്താവ് വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതി ഉറപ്പിക്കുന്നൊരു ഭാഗമാണ്. പഴയ നിയമത്തിൽ ഹാബേൽ മുതൽ ഉള്ള വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളുടെയും ഇപ്പുറത്ത് വിശ്വാസം എന്ന പദം എഴുതി ചേർത്തുകൊണ്ട് 11-ാം അധ്യായം വിശ്വാസികളുടെ ഇടയിൽ ഏറെ സ്ഥാനം പിടിച്ചിരിക്കുന്നൊരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. എപ്പോഴേലുമൊക്കെ വിശ്വാസം തളർന്നു പോയാൽ, എപ്പോഴേലുമൊക്കെ ക്ഷീണിച്ചു പോയാൽ കരുത്തും ശക്തിയും പകരുന്ന ഒന്നാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. എബ്രായ ലേഖന കർത്താവ് എഴുതുക, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നത് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു രൂപഭാവങ്ങളിൽ ക്രിസ്തുവില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ പറയുന്നു ദൈവമുണ്ട്. ഇതൊരു വിശ്വാസമാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. അങ്ങനെ ഹാബേൽ തൊട്ട് വിശ്വാസവീരന്മാരുടെ പട്ടിക നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വായിക്കാൻ കൊതിയുള്ളവരൊക്കെ എബ്രായ ലേഖനം ആദ്യം കസാര ഇരുന്ന് വായിക്കണം, പിന്നെ എഴുന്നേറ്റ് നിന്ന് വായിക്കണം, പിന്നെ മുട്ട നിന്ന് വായിക്കണം. 3 രീതി വായിച്ചാൽ ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒക്കുമെങ്കിൽ കമന്ന് കടന്നുകൂടെ വായിക്കണം. സ്തോത്രം. കട്ടിലല്ല, ഒരു പായിട്ടിട്ട് ദൈവസന്നിധി നെടുമ്പാട് വീണ് കിടന്നൊന്ന് വായിക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഭയങ്കര വിശ്വാസമാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഇല്ലാത്ത വിശ്വാസം ഉണ്ടാകും. എപ്പോഴും ഓർക്കണം, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം നെഗറ്റീവ് എനർജി തരുന്നവരാണ്. കൊള്ളത്തില്ല, മുമ്പോട്ട് പോകരുത്, നെഗറ്റീവുള്ള ഒരുത്തനോട് നമുക്കൊരു നെഗറ്റീവുള്ള പറയുന്ന ഒരു സ്നേഹിതനാണ് കൂടെ ഉള്ളതെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റത്തില്ല. കാരണം പണ്ട് ബിസിനസ് ചെയ്ത് പൊട്ടി 50 പേരുടെ കഥ ഇവൻ്റെ മൈൻഡിൽ ഈ മാല കോർക്കുന്നവരെ കോർത്തിട്ടേക്കുക. തോറ്റ കുറച്ച് പേരുടെ ചരിത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ സ്തോത്രം, അതിനകത്തെല്ലാം വിശ്വാസം ഭരിക്കുന്ന ചിലർ പറയും ഒന്നും കുഴപ്പമില്ല, മുന്നോട്ട് പോകാം. ഞാനൊരു ദൂതിലോട്ട് വരിക. ഇവിടെ എബ്രായ ലേഖന കർത്താവ് അബ്രഹാമിൻ്റെ ജീവിതം, വേദപുസ്തകത്തിൽ അബ്രഹാമിനെ ഓർക്കാതെ ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. കാരണം ഉൽപ്പത്തി തൊട്ട് ഇങ്ങനെ അബ്രഹാം കിടക്കുക. പുതിയ നിയമത്തിൽ വരുമ്പോഴും ആരുണ്ട്? അബ്രഹാമിൻ്റെ ചരിത്രം ഇങ്ങനെ കിടക്കുക. ആ ചരിത്രത്തെ എബ്രായ ലേഖന കർത്താവ് എടുത്തു വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 3 വാക്യത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്.